ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 2 ചോദ്യം ദൈവം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തെ ചോദ്യം 3:9. ഒന്നാമത്തെ ചോദ്യം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് നീ എവിടെ? ഒന്നാമത്തെ ചോദ്യം, നീ എവിടെ? കാരണം നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്, പരിചിതരാണ്. ദൈവം അവിടെ സ്ഥിരം വരാറുണ്ട്, എല്ലാ ദിവസവും വരാറുണ്ട്. ഇന്ന് വന്നപ്പോൾ സാഹചര്യം അല്പം മാറാനുള്ള കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു. മാറാനുള്ള കാരണം ദൈവം ചോദിക്കുന്ന, ആദമേ നീ എവിടെ? അടുത്ത മറുപടി, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചു. ഇന്ന് രാത്രിയിലും ഈ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുകയാണ്, നീ എവിടെ? തീവ്രമായ വിശ്വാസത്തിൽ, ആത്മാവിൽ സുവിശേഷത്തിന്റെ ഉള്ളറ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് കൽപ്പനാ സ്വീകരണത്തിന്റെ സ്നാനക്കടവിലേക്ക് നടന്നിറങ്ങി ആത്മാഭിഷേകത്തിന്റെ ആദ്യ പാഠത്തിൽ ചുവട് വെച്ചിട്ട് ഇന്ന് രാത്രി ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പലരെയും കാണാഞ്ഞിട്ട് ഈ രാത്രി ദൈവം ചോദിക്കുന്നു, ആദമേ നീ എവിടെ? പണ്ട് പാട്ടും പ്രാർത്ഥനയും ആരാധനയും എവിടുണ്ടോ അവിടൊക്കെ വിശ്വാസ സമൂഹം ഓടിയെത്തും. ഉപവാസ പ്രാർത്ഥനയുണ്ടോ അതിനകത്തുണ്ടായിരുന്നു. കാത്തിരിപ്പ് യോഗമുണ്ടോ അവിടെ അതിനകത്തുണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയുണ്ടോ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ പലരെയും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കേൾക്കേണ്ട ദൂത്, നീ എവിടെ? നമുക്ക് തന്നെ മനസ്സിലായി ചിന്തിച്ചു തുടങ്ങി, ഞാൻ ഇല്ലേലും യോഗം നടക്കും, ഞാൻ ഇല്ലേലും ഉപവാസ പ്രാർത്ഥന നടക്കും, ഞാൻ ഇല്ലേലും കുടുംബ പ്രാർത്ഥന നടക്കും. ചിന്തിച്ച് വന്നിട്ട് ഇന്ന് സഭകളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 4, 3, 7 സഹോദരിമാരാ. ഇടയ്ക്കെങ്കിലും ഒരു അച്ചായം വരുന്നതുകൊണ്ട് അതിന് സഹോദരി സമാജം അല്ലാതെ രക്ഷപ്പെടുന്നു. ഞാനൊരു സഭാ പാസ്റ്ററായോണ്ട് പറയാം, ഞാൻ മിക്കവാറും വ്യാഴാഴ്ച പ്രാർത്ഥിക്കും, കർത്താവേ നാളെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഏതെങ്കിലും ഒരു സഹോദരനെ കൂട്ടിവരുത്തണമെങ്കിൽ. എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ ആഴ്ച 2 സഹോദരി സമാജം. ഞാൻ എൻ്റെ വിശ്വാസത്തിലിരിപ്പുണ്ട്, ഞാൻ ഇതൊക്കെ സഭയിൽ പറയുന്നതാണ്. ഞാൻ ആത്മാർത്ഥമായിരുന്നു പ്രാർത്ഥിക്കും, കർത്താവേ നാളെ വെള്ളിയാഴ്ചയാണ്, ഫാസ്റ്റിംഗ് പ്രയറാണ്, സഹോദരിമാരെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഞാൻ പറയും, ഒരു സഹോദരനെങ്കിലും തരണേ. 4 കൂടി ജംഗ്ഷനിലെ പീഡിയ കടയിൽ നിന്നാലും, കടയുടെ വരാന്തയിൽ കൊച്ചുപത്താനം പറഞ്ഞ് നിന്നാലും, ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്ന അകത്തളത്തിലൊരു ചിന്ത വന്നിട്ട് ആലയത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാത്രി ഒരു ദൂത്, കാത് തുളച്ചകത്തേക്ക് കയറട്ടെ, കാത് തുളച്ചകത്തേക്ക് കയറട്ടെ, ചെവി തുളച്ചകത്തേക്ക് കയറട്ടെ, നീ എവിടെ? എന്താ നമ്മൾ അന്യപ്പെട്ടു പോയെന്നറിയാമോ? എന്താ അകന്നു പോയത്? എനിക്ക് പത്രോസിനെ ഭയങ്കര ഇഷ്ടമാണ്. യേശുവിനെ കൈനീട്ടി പിടിക്കുമെന്ന് കണ്ടുടനെ അരയിൽ നിന്നും വാളൂരി മൽക്കോസിന്റെ കാത് വെട്ടി തറയിട്ടു. അത്രയും വീര്യമൊന്നും അവിടെ വേറെ ആരെങ്കിലും കണ്ടില്ല. തറ വീണ കാത് പിസയുടെ കഷമെടുത്ത് കൈ പിടിക്കുന്ന പോലെ കർത്താവ് കയ്യിലെടുത്ത് വെച്ച് ചെവി ഒട്ടിച്ചു കൊടുത്തു. ഈ പുള്ളി കർത്താവിനെ പിടിച്ചോണ്ട് പോകുമ്പോൾ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, അകലം വിട്ട് അനുഗമിച്ചു. എന്താ ഈ അകലം വിട്ട് അനുഗമിച്ചാലുള്ള ക്ലൈമാക്സ്? മൽക്കോസ് ആണോ, പുരോഹിതനാണോ, ചുറ്റും പട്ടാളക്കാരുണ്ടോ, എന്റെ അടുത്ത ഭാവി എന്താന്ന് നോക്കിയില്ല. വാളൂരി വെട്ടിയവൻ നിസാരം ഒരു സ്ത്രീയുടെ ചോദ്യം, നീയും അവന്റെ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. അവൻ പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. സ്കൂളിൽ, കോളേജിൽ, കലാലയങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, കൂട്ടുകാരുടെയിൽ നീയും പെന്തക്കോസ്തുകാരനല്ലേ? നീ പെന്തക്കോസ്തുകാരിയല്ലേ? നിന്നെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അറിയുന്നില്ല. ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സഭ ഫണ്ടില്ലാത്തതല്ല, സഭയിൽ ഡ്രമ്മില്ലാത്തതല്ല, കീബോർഡ് കൂടെ വന്ന സഭ വളരും എന്നുള്ളതല്ല. ഏറ്റവും വലിയ പ്രതിസന്ധി ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ വിശ്വാസിയാണ്, ഞാൻ പെന്തിക്കോസ്തുകാരനാണ്,
ഞാൻ ദൈവകൃപ പ്രാപിച്ചവനാണെന്ന് ചങ്കുറ്റത്തോട് പറയാൻ മടിക്കുന്ന ഒരു തലമുറ ഈ സമൂഹത്തിന് ഭീഷണിയാണ്. ഞാൻ വല്ലാതെ ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെയൊക്കെ കാണുമ്പം ഒരു വല്ലാത്ത സന്തോഷം തോന്നും. കാര്യം ഞാനും ഒരിക്കലും വയസ്സാകാത്തൊരു ചെറുപ്പക്കാരന്. ഞാൻ സഭയെ പറയും, ഈ ചെറുപ്പക്കാരുടെ കൂടെ നിന്നാൽ നമുക്ക് പ്രായമാകത്തില്ല. ചെറുപ്പക്കാരില്ലാത്ത സഭ ഒരുമാതിരി മുഖവും വീർപ്പിച്ച്, ഒരുമാതിരി മസിലും പെരുത്ത്, കൈയും അടിക്കത്തില്ല. ഇന്നാൾ ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ കൈയടിക്കുന്ന സമയത്ത് ഒരു അച്ചാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് തോന്നിയത് തീരട്ട് വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയേ. ചെറുപ്പക്കാരുള്ളപ്പോ ഡ്രം അടിക്കാൻ ആവേശം, PYP, സൺഡേ സ്കൂള് എല്ലാത്തിനും കൂടെ പറഞ്ഞ് UK വിട്ടിട്ട് കുത്തിപ്പിടിച്ച് അകത്തിരിക്കുക. സഭ ഇങ്ങനെ പോയാൽ ഒരു 5-10 വർഷം കഴിയുമ്പോൾ അമേരിക്കയിൽ പണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞ കണക്ക് വിൽപ്പനയ്ക്കെന്ന ബോർഡ് വെക്കേണ്ടി വരും. എത്ര പേർക്ക് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറയാം?